തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തും കനത്ത പോളിംഗ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഹൈബി ഈഡൻ എം.പി എന്നിവരടക്കമുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും ആളുകളുടെ നീണ്ട നിര തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പറവൂർ കേസരി കോളേജിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. കൂടാതെ ഹൈബി ഈഡൻ എം.പി, ഉമാ തോമസ് എം.എൽ.എ തുടങ്ങിയവരും, നടന്മാരായിട്ടുള്ള ദിലീപ്, കാവ്യ മാധവൻ, രഞ്ജി പണിക്കർ തുടങ്ങിയവരും, സംവിധായകൻ വിനയൻ തുടങ്ങിയവരടക്കം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എല്ലാ ബൂത്തുകളിലും കനത്ത സുരക്ഷയോട് തന്നെയായിരുന്നു വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കനത്ത മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. എറണാകുളം ജില്ലയിലാണെങ്കിലും വലിയ മത്സരം തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നഷ്ടപ്പെട്ട കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കാനാണ് UDF ശ്രമിച്ചതെങ്കിൽ ഭരണ തുടർച്ചയായിരുന്നു LDF ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷം നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, ഷീലോഡ്ജ് സമൃദ്ധി പദ്ധതി തുടങ്ങി നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ LDF സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഈ പദ്ധതികളടക്കം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 1 മാസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾ. UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്വർണ്ണക്കൊള്ള, കൂടാതെ സർക്കാരിന്റെ അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു UDF പ്രചരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. BJP ആണെങ്കിലും 2020 പാർട്ടി ആണെങ്കിലും കനത്ത മത്സരം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ LDFന്റെ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് മന്ത്രി പി രാജീവായിരുന്നു. UDFന്റെ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അതായത് ഒരു അഭിമാന പോരാട്ടം LDFനെ സംബന്ധിച്ചാണെങ്കിലും UDFനെ സംബന്ധിച്ചാണെങ്കിലും ഒരു അഭിമാന പോരാട്ടമായിരുന്നു കഴിഞ്ഞ 1 മാസം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ജനവിധി എഴുതുമ്പോൾ അല്ലെങ്കിൽ പോളിംഗ് കഴിയുമ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ബൂത്തുകളിലാണെങ്കിലും വലിയ തിരക്ക് തന്നെ, രാവിലെയോടെ തന്നെ ആളുകൾ എത്തുന്നു. ജോലിക്ക് പോകുന്ന ആളുകളടക്കം തന്നെ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ജില്ലയിൽ മികച്ച ഒരു പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.